100 ഭാഗങ്ങളിലായി 500 ഗണിത ചോദ്യങ്ങളാണ് വ്യത്യസ്ത മേഖലയിലുള്ള വ്യത്യസ്ത രീതികളിലുള്ള. വളരെ ലളിതമായി എങ്ങനെ ഇതിൻ്റെ പരിഹാരം കാണാം എന്നതാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: 0.1 എത്ര ശതമാനമാണ് 0.01? 0.1 എത്ര ശതമാനമാണ് 0.01 എന്ന് ചോദിക്കുമ്പോൾ ഇതിന് ഉത്തരം എങ്ങനെ കാണുക? സിമ്പിൾ ആണ്. ശതമാനം കാണാൻ അതിനെ 100 കൊണ്ട് ഗുണിക്കുക, അംശത്തെ. അപ്പൊ ഇവിടെ നമ്മുടെ മുമ്പിൽ ചെറിയൊരു പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതാ, ഈ ഛേദം ഒരു ദശാംശ സംഖ്യയാണ്. അതുകൊണ്ട് എന്ത് വേണം? അതിന്റെ ദശാംശ സ്ഥാനം പോകണം. ദശാംശ സ്ഥാനം പോക്കാൻ എന്താ ചെയ്യുക? ഈ ഛേദത്തെ 10 കൊണ്ട് ഗുണിക്കണം. ഇതിന് 10 കൊണ്ട് ഗുണിക്കുമ്പോൾ അംശത്തെ 10 കൊണ്ട് ഗുണിക്കണം. ഓക്കെ. 0.01 100 കൊണ്ട് ഗുണിച്ചാൽ എന്താ സംഭവിക്കുക? ഇതില് എത്ര ദശാംശ സ്ഥാനമുണ്ട്? 2. ഗുണിക്കുന്നത് 100 കൊണ്ട്. അതിൽ എത്ര 0 ഉണ്ട്? 2. അപ്പൊ ഈ ദശാംശ സ്ഥാനം ക്യാൻസൽ ആകും. ഓക്കെ. ഇതിൽ ദശാംശ സ്ഥാനം ക്യാൻസൽ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് 1 മാറും. പിന്നെ ഗുണിക്കണം 10 ബൈ 0.1 10 കൊണ്ട് ഗുണിക്കുമ്പോഴും 0.1 എന്ന് പറയുന്നത് ഒരു ദശാംശ സ്ഥാനം, 10ൽ ഒരു 0 ഉണ്ട്. അപ്പൊ ഇതിന്റെയും ദശാംശ സ്ഥാനം ക്യാൻസൽ ആകും. ബൈ 1 വരും. 1 ഗുണിക്കണം 10 ബൈ 1 എത്രയാണ്? അത് 10 തന്നെ. ഇതാണ് ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. x⁻0.7 ബൈ 48 സമം 36 ബൈ x⁻2.3 2.3 എങ്കിൽ എക്സിന്റെ വില x⁻0.7 ബൈ 48 സമം 36 ബൈ x⁻2.3 അതായത് 2.3 എങ്കിൽ എക്സിന്റെ വില. ഒറ്റ നോട്ടത്തില് വളരെ വിഷമം പിടിച്ച ചോദ്യമാണ്. ആരും ഇത് സ്കിപ്പ് ചെയ്ത് പോകരുത്. നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഉത്തരം കാണാം. അത് ഞാൻ ആ ചോദ്യം ഒന്നും കൂടെ ഇവിടെ എഴുതാം. x⁻0.7 ബൈ 48 സമം 36 ബൈ x⁻2.3. ഇത് രണ്ടും തുല്യമാണെങ്കിൽ x⁻0.7 ബൈ 48 സമം 36 ബൈ x⁻2.3 എന്നാണല്ലോ. അപ്പൊ ഇത് രണ്ടും ഈ രണ്ട് ഭിന്നസംഖ്യയുടെ തുല്യമാണെങ്കിലോ? തുല്യമാണെങ്കിൽ ഇവ തമ്മിലുള്ള ഗുണനവും ഇവ തമ്മിലുള്ള ഗുണനഫലം രണ്ടും തുല്യമാണ്. അപ്പൊ ഇതിനെ മാറ്റി എങ്ങനെ എഴുതാം? x⁻0.7 ഗുണിക്കണം x⁻2.3 സമം 48 ഗുണിക്കണം 36. പരിഹാരമായി x⁻0.7 ഗുണിക്കണം x⁻2.3 എങ്ങനെ കാണാം? അതിനൊരു സൂത്രവാക്യമുണ്ട് അല്ലേ? എന്താ? a⁻m ഗുണിക്കണം a⁻n. ഓർമ്മയുണ്ടോ? a⁻m പ്ലസ് n. ഇങ്ങനെയാണ് ഇതിന്റെ ഉത്തരം. ഇങ്ങനെ വരുമ്പോൾ അതനുസരിച്ച് ഇതിന്റെ ഉത്തരം എങ്ങനെ കാണും? a⁻m ഗുണിക്കണം a⁻n ആണ്. a⁻m പ്ലസ് n. m പ്ലസ് n. x⁻0.7 പ്ലസ് 2.3 സമം 48 ഗുണിക്കണം 36. 0.7ഉം 2.3 കൂടെ കൂട്ടിയാൽ എത്ര വരും? 3. x⁻3 സമം x⁻3 ഈക്വൽ ടു സമം എന്താ? 48 ഗുണിക്കണം 36.
48 ഗുണിക്കണം 36നെ ഇങ്ങനെ റേസ് ടു 3 ആയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? 48നെ ഞാൻ 16 ഗുണിക്കണം 3, ഇതിനെയോ 9 ഗുണിക്കണം 4. 16ന് 4 സ്ക്വയർ ഗുണിക്കണം 3 ഗുണിക്കണം 9ന് 3 സ്ക്വയർ ഗുണിക്കണം 4. 4 സ്ക്വയർ ഗുണിക്കണം 4 എത്രയാ? 4 ക്യൂബ് ഗുണിക്കണം 3 into 3 സ്ക്വയർ, അത് 3 ക്യൂബ്. അപ്പം എക്സ് ക്യൂബ് സമം 4 ക്യൂബ് ഗുണിക്കണം 3 ക്യൂബ് എന്ന് എഴുതാം. ഇതിലെ ക്യൂബ് നമുക്ക് എക്സിന്റെ വിലയാണ് കാണേണ്ടത് അല്ലെ. എക്സ് ക്യൂബ് സമം 4 ക്യൂബ് ഗുണിക്കണം 3 ക്യൂബാണ്. അപ്പൊ എന്ത് വരും? എക്സ് സമം 4 ഗുണിക്കണം 3, അതായത് 12 ഇതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. 2008 ജനുവരി 1 ചൊവ്വാഴ്ച ആണെങ്കിൽ 2009 ജനുവരി 1 ഏത് ദിവസമാണ്? 2008 ജനുവരി 1 ചൊവ്വ, 2008 ജനുവരി 1 ചൊവ്വ, 2009 ജനുവരി 1 കണ്ടുപിടിക്കുന്നത്. സാധാരണഗതിയിൽ ഏത് ദിവസമാണോ ആ വർഷത്തെ ജനുവരി 1, ഡിസംബർ 31, ആ വർഷത്തെ ഡിസംബർ 31 അതേ ദിവസമായിരിക്കും. ഇപ്പൊ 2008 ജനുവരി 1 ചൊവ്വാഴ്ച ആണെങ്കിൽ 2008 ഡിസംബർ 31 ചൊവ്വാഴ്ച ആയിരിക്കും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ? ഈ വർഷത്തിനൊരു പ്രത്യേകത ഉണ്ട്, അത് അധിവർഷമാണ് അല്ലേ. 4 കൊണ്ട് നിശ്ചയിക്കാൻ പറ്റുന്ന ഒരു സംഖ്യയാണല്ലോ 2008. അപ്പോ ആ വർഷം 366 ദിവസമുണ്ട്, 365 ദിവസമല്ല. 366 ദിവസം കൊണ്ട് 2008 ജനുവരി 1 ചൊവ്വാഴ്ച ആണല്ലോ. അപ്പൊ 2008 ഡിസംബർ 31 ചൊവ്വാഴ്ചയാണ് വരേണ്ടത്. പക്ഷെ ഡിസംബർ 31 ബുധനാഴ്ച വരിക, ചൊവ്വാഴ്ചക്ക് പകരം. ഡിസംബർ 31 ബുധനാഴ്ചയാണെങ്കിൽ ജനുവരി 1, 2009 ജനുവരി 1 എന്തായിരിക്കും? അത് വ്യാഴാഴ്ച. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 3:108 ഇത് പ്രൊപ്പോർഷൻ അനുപാതം. ഒരു ചോദ്യചിഹ്നം 500 ആയാൽ ഈ ചിഹ്നം ഉണ്ടല്ലോ, ഇത് ആ ചിഹ്നത്തിന്റെ ഇടതുവശത്തുള്ള 2 സംഖ്യകളുണ്ടല്ലോ, 3:108, അതേ ബന്ധം സൂചിപ്പിക്കുന്ന സംഖ്യകളാണ് ഇത് രണ്ടും. അങ്ങനെയെങ്കിൽ ഈ ചോദ്യചിഹ്നം സൂചിപ്പിക്കുന്ന സംഖ്യ ഏത്? 4 ഓപ്ഷൻ ഉണ്ട്, 6, 5, 4, 7. ഇതിന്റെ ഉത്തരം കാണാൻ എന്താ വേണ്ടത്? ഇത് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കണ്ടുപിടിക്കണം. 3:108. അപ്പൊ ഇവിടെ ഒരു ചോദ്യചിഹ്നമാണ് 500. 3ഉം 108ഉം തമ്മിലുള്ള ബന്ധം എന്താണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 108 സമം എന്താണ്? 27 ഗുണിക്കണം 4. 27 എന്നാലോ അത് 3:3 ആണ്, ഇൻറ്റു 4. അതേപോലെ 500 കിട്ടണമെങ്കിൽ എന്ത് വേണം? 500 സമം 125 ഗുണിക്കണം 4. 125 എന്ന് പറഞ്ഞാൽ എന്താ? അത് 5 ക്യൂബാണ്, ഇൻറ്റു. അപ്പം ഇവിടെ വരണ്ട ഇതേ ബന്ധം 3:3 വരുന്ന അതേ സ്ഥാനത്ത് വരുന്നതാണ് 5:3 ആണ്. ഈ ഓപ്ഷനില് ബി ആണ് അതിന്റെ ഉത്തരം 5. ഓക്കെ, അടുത്ത ചോദ്യം. 1 + 2 + 3 പ്ലസ് ഇങ്ങനെ പ്ലസ് ചെയ്ത് 50 വരെ, അതായത് 1 മുതൽക്ക് 50 വരെയുള്ള സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കുന്നത്. 1 മുതൽ
50 വരെ. അത് കാണാൻ എന്താ വഴി? ആദ്യത്തെ സംഖ്യ 1, അവസാനത്തെ സംഖ്യ 50. ഇത് രണ്ടും കൂടെ കൂട്ടി 51. 1 മുതൽക്ക് 50 വരെ എത്ര സംഖ്യകളുണ്ട്? 50. അതിന്റെ പകുതി 25 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരമായി. 51 ഗുണിക്കണം 25. 5, 25. 20 കൊണ്ട് 51 ഗുണിച്ചാൽ 1020. 1275 ആണ് 1 മുതൽക്ക് 50 വരെയുള്ള സംഖ്യകളുടെ